ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 3 4 ആൻഡ് സി ഈക്വൽ ടു 4 5 6. ഷോ ദാറ്റ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൽ എച്ച് എസ്. എന്താണ് എൽ എച്ച് എസ്? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 അല്ലേ? അപ്പം ഞാനിവിടെ എക്ക് പകരം 1 2 3 എഴുതാൻ പോവാണ്. ക്രോസ്. പിന്നെ ബി ഇൻ്റർസെക്ഷൻ സി ആണ് എഴുതേണ്ടത്. ഇവിടെ ബിയും സിയും തന്നിട്ടുണ്ടല്ലോ, നോക്കിയേ. ഇത് നോക്കിയിട്ട് ബി ഇൻ്റർസെക്ഷൻ സി ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റുമോ? ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ബിക്കും സിക്കും കോമൺ ആയിട്ട് 4 മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി 4 കിട്ടി. ഇതാണ് എൽ എച്ച് എസ്. ക്രോസ് കാണുന്നത് അറിയാമല്ലോ, സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ്. ആദ്യത്തെ സെറ്റിനകത്തുള്ള എലമെൻറ്റ് കോമ രണ്ടാമത്തെ സെറ്റിനകത്തുള്ള എലമെൻറ്റ്. അപ്പോൾ 1 4 പിന്നെ 2 4 ദെൻ 3 4. ഇതാണ് എൽ എച്ച് എസ്. നമുക്കിനി ആർ എച്ച് എസ് കാണാം. ആർ എച്ച് എസ് കാണണമെങ്കിൽ എ ക്രോസ് ബിയും എ ക്രോസ് സിയും കാണണം. ആർ എച്ച് എസ് കാണണമെങ്കിൽ എന്തൊക്കെ കാണണം? എ ക്രോസ് ബിയും എ ക്രോസ് സിയും കാണണം. എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ ക്രോസ് ബി? എ ക്രോസ് ബി ഇവിടെ ഉണ്ടല്ലോ, 1 2 3 ക്രോസ് 3 4 അല്ലേ? വേണമെങ്കിൽ ആ സ്റ്റെപ്പ് എഴുതിക്കോ. എ ക്രോസ് ബിയിൽ എ എന്ന് പറഞ്ഞാൽ 1 2 3, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 4. ഇത് രണ്ടിൻ്റെ ക്രോസ് എടുക്കാൻ അറിയാലോ, 1 3 1 4 അല്ലേ? ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എ എന്നും രണ്ടാമത്തെ എലമെൻറ്റ് ബി എന്നും. 1 3 1 4 പിന്നെ 2 3 2 4 പിന്നെ 3 3 3 4. ഇതാണ് എ ക്രോസ് ബി. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ആർ എച്ച് എസിൽ എ ക്രോസ് ബി കൂടാതെ എ ക്രോസ് സി ഉണ്ട് അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ക്രോസ് ബി കൂടാതെ വേറെ എന്തുണ്ട്? എ ക്രോസ് സി ഉണ്ട്. എ ക്രോസ് സി കാണാൻ പോവാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ 1 2 3യും ക്രോസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 5 6 ആണ് അല്ലേ? നോക്കിയേ. അപ്പോൾ എ ക്രോസ് എഴുതുമ്പോൾ ഇത് രണ്ടിൻ്റെ ക്രോസ് കാണണം. 1 4 അല്ലേ? ആ ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ആദ്യത്തെ സെറ്റിനകത്തുള്ളത് ഫസ്റ്റ്, സെക്കൻഡ് സെറ്റിനകത്തുള്ള സെക്കൻഡ് എഴുതാം. 1 4 1 5 1 6 എഴുതട്ടെ. 1 4 1 5 1 6. ഇതേപോലെ 2 4 2 2 5 2 6 പിന്നെ 3 4 3 5 3 6. ഇതാണ് എ ക്രോസ് സി. ആർ എച്ച് എസ് എന്താണെന്നൊന്ന് വായിച്ചു നോക്കിയേ. ആർ എച്ച് എസ് റൈറ്റ് ഹാൻഡ് സൈഡ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി ആണ് റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. എ ക്രോസ് ബി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇക്വേഷൻ 1. എ ക്രോസ് സിയും എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 2. ഈ 1നും 2നും കോമൺ ആയിട്ടുള്ള ഓർഡേർഡ് പെയർ സെലക്ട് ചെയ്യുക. 1ലും 2ലും ഒരേ സമയം പ്രസൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 4 നോക്കിയേ. 1 3 ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. 1 4 നോക്കിയേ. 1 4 ഇവിടെയുണ്ട്, 1 4 ഇവിടെയുണ്ട്. 1ലും 2ലും കോമൺ ആയിട്ടുള്ളത് 1 4 ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 2 3 ഒന്നുമില്ല. 2 3 ഇവിടെയുണ്ട്, അവിടെ ഇല്ല. 2 4 ഇതേ ഇവിടെയുണ്ട്, അവിടെയുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. 2 4 കഴിഞ്ഞാൽ പിന്നെ കോമൺ വരുന്ന 3 4 ആണ്. 3 4 ഇവിടെയുണ്ട്, 3 4 അവിടെയുണ്ട്. ഇതാണ് ആർ എച്ച് എസ്. ഇപ്പോൾ എൽ എച്ച് എസ് 1 4 2 4 3 4ഉം ആർ എച്ച് എസും 1 4 2 4 3 4. അപ്പോൾ അവസാനം നമുക്കപ്പോൾ എന്ത് പറയാം? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്.
ക്ലിയർ ആയല്ലോ.